പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങേണ്ട സമയത്ത് കോൺഗ്രസിൽ നേതൃത്വ ചർച്ചയും നേതൃമാറ്റ ചർച്ചയുമാണ് അരങ്ങു തകർക്കുന്നത്. അനവസരത്തിലുള്ള നേതൃചർച്ചയെന്ന് എല്ലാവരും പറയുന്നുവെങ്കിലും അണിയറയിൽ നടക്കുന്നത് മേൽക്കോയ്മ ഉറപ്പിക്കാനുള്ള മത്സരം തന്നെയാണ്. ഇതിൽ ആദ്യത്തെ മത്സരത്തിൽ താനില്ലെന്ന് പറയുന്ന കെ സുധാകരൻ നേതൃമാറ്റ ചർച്ചകളോട് മുഖം തിരിക്കുകയും ചെയ്യുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രിയാവാനോ ഞാനില്ല. അല്ല, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇല്ലടോ, എനിക്ക് മടുത്തു. വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. മുഖ്യമന്ത്രിയാവാൻ ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയല്ലേ കുഴപ്പം. സുധാകരൻ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയാവണം, അതുപോലെ തന്നെ മറുഭാഗത്ത് ഈ പറയുന്ന PD സതീശന് മുഖ്യമന്ത്രിയാവണം, കെ സുരേന്ദ്രന് വേറെ മുഖ്യമന്ത്രിയാവണം, അല്ല ഈ പറയുന്ന സുധാകരന് വേറെ മുഖ്യമന്ത്രിയാവണം. ഇവൻ മുഖ്യമന്ത്രി പോലുമല്ല. ഞാൻ അതിലൊന്നും ശടിക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. ഒന്നുമില്ല. എന്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ 6, 7, 8 വയസ്സ് മുതൽ ഞാൻ CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഫൈറ്റ് ഇപ്പോഴും തുടരും. ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ. ഞാനോ? എന്താ ഈ പറയണേ? നയിക്കാനുണ്ടാവും, പക്ഷെ മത്സരിക്കാനുണ്ടാവണം എന്നില്ല. മത്സരം വേറെ, നയിക്കൽ വേറെ. എനിക്ക് താല്പര്യമില്ല. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അത് തീർച്ചയായിട്ടും അത് അനാവശ്യം തന്നെയാണ്. അങ്ങനെ ചർച്ചയുടെ ഇപ്പോഴും ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. ഉപദേശമാണെങ്കിൽ വേണ്ട. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോർ അടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിജയം ഉണ്ടായി, 70% വിജയം. ആ വിജയം ആവർത്തിക്കാൻ വേണ്ടി എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു KC വേണുഗോപാൽ ഇതിന്റെ ഇടയിൽ മുഖ്യമന്ത്രിയാവണം. ഇങ്ങനെയെല്ലാം കുറെ മുഖ്യമന്ത്രിമാർ കൂടി ചേർന്ന് കളിക്കുകയാണ്. താൻ വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. KPCC പ്രസിഡന്റിനെ മാറ്റി സംഘടനയിൽ കെട്ടുറപ്പ് കൊണ്ടുവരാമെന്ന ആലോചനയൊക്കെ സുധാകരൻ മുളയിലേ നുള്ളുന്നു. കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നുവെന്ന വാർത്ത വന്നതുപോലെ പോയി. നേതൃമാറ്റ വിഷയം തൽക്കാലം ശീതീകരണയിൽ സൂക്ഷിക്കും. മറിമായമോ സംഘടനാ കൂടാത്രമോ നടന്നിട്ടുണ്ട് തീർച്ച. ശ്രീരാമൻ മാറണം. എന്തോ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ട് ഞാൻ ശ്രീരാമനാ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഇത് ഒരു വലിയ ആഡംബരോ അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICC ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എന്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല പിന്നെ KPCC പ്രസിഡന്റ്. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം. ഇതുവരെ അങ്ങനെ ചർച്ച നടന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കെ സുധാകരൻ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ മാറ്റം വേണമെങ്കിൽ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഞാൻ അദ്ദേഹത്തെ മാറ്റണമെന്ന് ഇതുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആരോടും. അല്ല, ശ്രീരാമൻ ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. KPCC പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളിൽ ആരും അതൃപ്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മാറ്റം വേണമെന്ന് ആരും, പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് മാറ്റം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ വേറെ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നേതാജി ക്ലബ്ബ് തകരും എന്ന ഘട്ടം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ സെക്രട്ടറി ആക്കി. നേതാജി ക്ലബ്ബ് പുരോഗതിനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. ഒരു താല്പര്യവുമില്ല അതിന്. എനിക്ക് ആവശ്യമില്ല. അതിന്റെ പുറകെ ഞാൻ ഇല്ല. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി. എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. KPCC പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല. എന്തല്ലേ? ഇരു പ്രധാന നേതാക്കളുടെയും സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് വിഷയം. ഒന്നെന്നു കാണിക്കാൻ ഒന്നായി വന്ന് വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടും നടപ്പായില്ല. ഇത് തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. അണ്ണനും കൊള്ളാം, തമ്പിയും കൊള്ളാം. ഇത്രയും തലതെറിച്ച പിള്ളേ ഈ നാട്ടിൽ വേറെ ഇല്ല. ഒരുമയെന്നൊരു പദമില്ലാതെ ഇതുടയവൻ എഴുതിയ കഥയാണ്. തനിച്ചെന്നും ജയിക്കണം അതിനാണ് ഇരുവരും ഇടം വലം വിളയാട്ടം. അതെങ്ങനെയാ ഞാൻ പറയുന്നത്? KPCC പ്രസിഡന്റ് നിലക്ക് ഞാൻ തുടങ്ങി വെച്ചോളാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിട്ടാൻ പോണു. സാറ് കളിക്കും. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാക്കും.
ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ടെന്ന് തൈര് ഒഴിച്ചെടോ, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഇപ്പോ വി.ഡി. സതീശൻ സുധാകരനെ തന്നെ മാറ്റിക്കളഞ്ഞല്ലോ. അപ്പൊ സുധാകരൻ പിടിച്ചെടുത്തല്ലോ. ഇതെല്ലാം നമ്മൾ രാജ്യം ലോകം മുഴുവൻ കണ്ടില്ലേ? അപ്പൊ അങ്ങനെ പിടിച്ചെടുക്കാൻ പാടില്ല. ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി, മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. പത്രസമ്മേളനത്തിന് പോവാന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാൻ പോവാണ്, ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രതിപക്ഷ നേതാവിനാണെന്ന് ഞാൻ പറയുന്നു. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. ഞാൻ പറയും, ഒരു കാരണവശാലും പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അത് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടാണ്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പൊത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഒരു ക്രെഡിറ്റും ഇല്ല, എനക്കൊരു ക്രെഡിറ്റും വേണ്ട, ആരെ ക്രെഡിറ്റും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായെന്നുള്ള സത്യമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം അവസാനം പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയുടെ കയ്യിൽ പിടിച്ച് അമർത്തുകയും കാലിൽ ഇങ്ങനെ അമർത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞു. അത് ആര് പറഞ്ഞാലും ഞാനത് പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു തർക്കം ഞങ്ങൾ തമ്മിലുണ്ടായി. സത്യമാണ്, ഇതാണ് സത്യം. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പ്രതിപക്ഷ നേതാവ് സ്വന്തം നിലയിൽ നടത്തിയ ഒരു കണക്കെടുപ്പാണല്ലോ തർക്ക വിഷയമായത്. സംഘടനാ കാര്യങ്ങളിൽ വി.ഡി. സതീശൻ ഇടപെടുന്നുവെന്നാണ് പരാതി. ആകെ ഒരു പ്ലാനും പദ്ധതിയും ഉള്ളത് പ്രതിപക്ഷ നേതാവിനാണ്. അത് ഏറ്റെടുക്കാൻ സംഘടന തയ്യാറാവുന്നില്ല എന്ന് മാത്രം. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഇല്ല, നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഇല്ല, നമ്മൾ തമ്മിൽ തർക്കവും ഇല്ല. നമ്മൾ നല്ല സൗഹൃദത്തിലാണ് അന്നും ഇന്നും. ഫോർ എക്സാമ്പിൾ, ഇതാണ് സത്യം. എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ. ആ കൂതറ തെണ്ടി വരണവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. പ്രഭാകര പ്രഭു ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളൂ. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. നീ മാത്രമേ ഉള്ളൂ അലവലാതി? ഓ, ഇവിടെ വേറെ ആരുമില്ലേ? പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും എന്റെ നാവിൽ നിന്നുണ്ടാവില്ല. സതീശനായിട്ട് ഞാനും തമ്മിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതെങ്ങനെ? ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ? കണ്ടാമിണ്ടൂല. പതിവ് പോലെ എല്ലാ മാധ്യമ സൃഷ്ടിയാണ് എന്ന് വി.ഡി. സതീശനും കൂട്ടരും പറയുന്നു. ഈ വാർത്തകളൊക്കെ കണ്ട് ചിരിയാണത്രേ സതീശന് വരുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല, പിണങ്ങിയിട്ടുമില്ല. ജനാധിപത്യ പാർട്ടിയിൽ നേതാക്കളുടെ പോരൊരു പോരല്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഞങ്ങൾ ഇത് രണ്ടുപേരും കൂടി കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു തരത്തിലും. ഒന്ന് പിണങ്ങിയിട്ട് പോലുമില്ല. നേതൃമാറ്റം തൽക്കാലമില്ലെന്ന് വന്നതോടെ KPCC പ്രസിഡന്റ് ഒരംഗത്തിനുള്ള ബാല്യം കൂടി കൈവരിച്ചിട്ടുണ്ട്. പ്രായാധിക്യം ആരോപിക്കാൻ കഴിയുമോ പ്രസിഡന്റിനെ കണ്ടാൽ? ഞാൻ ടീഷർട്ട് ഇടുന്ന ആൾ തന്നെയാണ്, ടീഷർട്ടും പാന്റെല്ലാം ഇടുന്നുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾക്ക് വിരാമമിട്ട ഹൈക്കമാൻഡ് കെ സുധാകരനെ മാറ്റില്ല. അപ്പൊ ഓക്കെ, നമസ്തേ. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല ജീവനക്കാർ പാട്ടെഴുതി അവതരിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം ജീവനക്കാർ സമരത്തിനിറങ്ങിയത്. ഇടതനുകൂല ജോയിന്റ് കൗൺസിലും സമരത്തിനു കൂടി. ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച PC വിശ്വനാഥിന് ജീവനക്കാരുടെ വാഴ്ത്തുപാട്ടിനെക്കുറിച്ച് പറയാതിരിക്കാനായില്ല. ഇത്രയധികം പ്രയാസം അനുഭവിച്ചിട്ടും മുഖ്യനെ വാഴ്ത്താൻ അവർ കാണിച്ച ആ സന്മനസ്സുണ്ടല്ലോ, അത് വിഷ്ണുനാഥ് കാണാതിരുന്നുകൂടാ. സാർ, ഇങ്ങനെയെല്ലാം പ്രയാസം അനുഭവിക്കുന്ന ഈ ലീവ് സറണ്ടർ ഇല്ലാതായിട്ട്, ഈ പിന്നെന്താ സർവീസ് വെയിറ്റേജ് ഇല്ലാതായിട്ട്, SBI ഇല്ലാതായിട്ട്, പിന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ചെയ്യും സാർ? ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ
സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? വയലാർ എഴുതുമോ ഇതുപോലെ? ജീവനക്കാരിലെ കവി പൂവത്തൂർ ചിത്രസേനനെ വയലാറുമായി താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല. മുഖ്യനുള്ള സ്തുതിഗീതത്തിൽ കാവ്യ അലങ്കാരങ്ങളായ അപ്രസ്തുത പ്രശംസയും രൂപകവും ഉപമ ഉൽപ്രേക്ഷകളും വാരി വിതറിയിട്ടുണ്ട്. സേവന വേതനാവകാശങ്ങളിൽ വേദനിക്കുന്ന കവിക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുമോ? ഞാനൊരു കവിത ചൊല്ലുകയാണ്. രോഗദുരിത കാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ശരിയാണ്, തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ CAG റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. പാടി കേൾപ്പിക്കാം. പല്ലവി പിടിച്ചോ. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടം. എനിക്കും കുറേശ്ശെ ഇഷ്ടമാണ്. സാറ് ഈ പാട്ടും പാടി ആ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ. പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. എന്താ ഇതിഹാസ കഥാപാത്രങ്ങൾ പോലും മാനവരൂപം പ്രാപിച്ചിട്ടുണ്ട് കാവ്യ നാടകാദികളിൽ. സൂര്യനായും ധീരനായും നായകനായും പുകഴ്ത്തി പാട്ടെഴുതിയവർ മുഖ്യനെ മനുഷ്യനായി കണ്ടിട്ടില്ല എന്നാണ് നിയമസഭയിലെ കന്നിപ്രസംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാതി, പരിഭവം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായിട്ട് ഒരാൾ പോലും ഒരു മനുഷ്യനാണ് എന്ന് പറയുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചറിയണം. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. പ്രതിപക്ഷ നിരയിൽ കലാനിരൂപകർ മാത്രമേയുള്ളൂ. യഥാർത്ഥ കലാകാരന്മാർ ഭരണപക്ഷത്താണ്. പണ്ട് ഗൗരിയമ്മയെക്കുറിച്ച് നിന്ദാസ്തുതിഗീതം എഴുതിയ വി കേശവൻ മുതൽ ആസ്ഥാന കവി കൂടിയായ ജി സുധാകരൻ വരെയുള്ള വിപ്ലവ കവികളുടെ നാടാണ് ആലപ്പുഴ. അവിടുത്തെ ചുവന്ന മണ്ണിൽ നിന്ന് വരുന്ന അമ്പലപ്പുഴ MLA H. സലാമിന് കുറച്ചൊക്കെ കവിത്വം കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിണറായി സ്തുതി സാഹിത്യത്തിന് വീണ്ടും കനപ്പെട്ട സംഭാവന നൽകുന്നു H. സലാം. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ശിഖരങ്ങൾ മുറിയാത്ത മലയാണു നീ, നീരുറവ വറ്റാത്ത പുഴയാണു നീ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കാം. ശിഖരങ്ങൾ മുറിയാത്ത മലയാണു നീ, നീരുറവ വറ്റാത്ത പുഴയാണു നീ. തളരും മനുഷ്യന്റെ കരളിന്റെ ഉള്ളിലെ അണയാതെ തെളിയും വിളക്കാണു നീ. ഒരു കലാകാരനവന്മാര് വളരാൻ വിടില്ലല്ലോ സാർ. കേരളത്തിലെ തടർന്നു പോകുന്ന മനുഷ്യന്റെ മനസ്സിലെ അണഞ്ഞു പോകാത്ത വിളക്കായി ഈ കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരുപാട് സന്ദർഭങ്ങളിൽ കേരളം കണ്ടിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രളയത്തിന്റെ ഒരു സന്ദർഭത്തിൽ ഒരു വലിയ മലയെ പോലെ ആ പ്രളയത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കവചം പോലെ നിലകൊണ്ട സമയത്ത് ആരും എഴുതി പോവില്ലേ കേരളത്തിന്റെ കരുത്തരായ മുഖ്യമന്ത്രിയെ കുറിച്ച്? ആരാധകർക്കെല്ലാം മുഖ്യനെ സ്തുതിച്ച് കവിത എഴുതാവുന്നതാണ്. മുമ്പ് മുഖ്യനെ കഴുകനായും കുതിരയായും സൂര്യനായും വാഴ്ത്തി ഒരു ആരാധകൻ പാട്ടിറക്കിയിരുന്നു. ഇതെല്ലാം കൂടി സമാഹരിച്ച് പാവന സ്തുതിഗീതങ്ങൾ എന്നൊരു പുസ്തകം തന്നെ ഇറക്കാവുന്നതാണ്. പൂവരൻ നമ്പൂതിരിയും പൂവത്തൂർ സതീശനും ഒക്കെ പൂവത്തൂർ ചിത്രസേനനും ഒക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ്. അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ്. അദ്ദേഹം പിന്നെ സൂര്യനാണ്. സൂര്യനെ പോലെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മണ്ണിൽ
പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്, സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടാ, കരിഞ്ഞു പോകും. സൂര്യനെ പോലെ. സൂര്യൻ, അതിനൊന്നും നിങ്ങൾക്ക് ഒരു ഇതുമില്ലല്ലോ. സൂര്യനെ പോലെയാണെന്നൊക്കെ പറഞ്ഞ സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടാ, കരിഞ്ഞു പോകും. അതെ, എഴുതാൻ പറ്റുന്നവരെല്ലാം എഴുതട്ടെ. മുമ്പ് വിപ്ലവ കവിതയും പടപ്പാട്ടുകളും എഴുതിയ അരുണയുഗത്തിലെ തൂലികകൾ നിശബ്ദമാണ്. മഷി ഉണങ്ങാൻ അനുവദിക്കേണ്ടതല്ല ഈ പൊൻതൂലികകളെ. സ്തുതിഗീതങ്ങൾ മുഴങ്ങട്ടെ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് എഴുതാൻ അത്യാവശ്യം പറ്റുന്നതൊക്കെ എഴുതും. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എഴുതാൻ ആളില്ലാത്തതിന് തങ്ങൾ എന്തു പിഴച്ചു എന്നാണ് ഭരണപക്ഷ MLAയുടെ ചോദ്യം. സംസ്കാര സാഹിതിയിൽ നിന്ന് ചില കവികളെ റിക്രൂട്ട് ചെയ്ത് ഗ്രൂപ്പ് തിരിഞ്ഞ് സ്തുതിഗീതങ്ങൾ തീർക്കട്ടെ കോൺഗ്രസുകാരും. പഴയ രാജകൊട്ടാരങ്ങളിൽ വിദൂഷകരുണ്ടായിരുന്നു ധാരാളം. മന്നവേന്ദ്ര, വിളങ്ങുന്നു നിൻമുഖം, ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലം ഉണ്ടായിരുന്നു. അങ്ങ് ഇതിലൊന്നും വീഴരുത്. അങ്ങേ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ വാഴ്ത്തുപാട്ടുമായിട്ട് വരികയാണ്. അവര് തന്നെ വിലാപകാവ്യം രചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ആരെങ്കിലും കവിത എഴുതുവോ? ആരെങ്കിലും എഴുതുവോ? വെളുക്കാൻ തേച്ചത് പാട്ടായി, പാട്ടായി അല്ല പാണ്ടായി.